കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്രതീക്ഷിത നേട്ടമാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കിട്ടിയത്. പാർട്ടി MLA ആയിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്തായാലും ജോസ് കെ മാണിയുമായി ഉടക്കിൻ്റെ ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ കൃത്യമായും ഇടതുപക്ഷ MLA എന്ന് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഒരുപക്ഷെ പല പ്രമേയങ്ങൾ വന്നാലോ ചർച്ചയ്ക്ക് വന്നാലോ ക്രോസ് വോട്ട് ചെയ്യാനും കുളത്തുങ്കലിന് യാതൊരു മടിയുമില്ല എന്ന് ജോസ് കെ മാണിക്ക് നന്നായി അറിയാം. അതിന് കാരണം നിരവധിയാണ്. ഏതായാലും ജോർജ് കുട്ടി അഗസ്റ്റിയെ മത്സരിപ്പിക്കാനായിരുന്നു ജോസ് കെ മാണിയുടെ പ്ലാനെങ്കിലും പൂഞ്ഞാറ്റിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനുള്ള വെയിറ്റേജ് എത്രമാത്രം വലുതാണ് എന്ന് അവിടുത്തെ ജില്ലാ ഘടകം കൃത്യമായി ജോസ് കെ മാണിയെ അറിയിച്ചതിൻ്റെ ഫലമായി നിവർത്തിയില്ലാതെയാണ് ആ സീറ്റ് നൽകേണ്ടി വന്നത്. എന്നാൽ വർഗീയത മാത്രം പറഞ്ഞു നടക്കുന്ന PC ജോർജിനെ 16,000-ഓളം വോട്ടുകൾക്ക് തകർത്തെറിഞ്ഞുകൊണ്ടാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പൂഞ്ഞാറിൽ വിജയക്കൊടി പാറിച്ചത്. ഇത്തവണ ഷോൺ ജോർജ്, അതായത് PC ജോർജിൻ്റെ മകൻ, BJPക്ക് വേണ്ടി പൂഞ്ഞാറിൽ ഇറങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈരാറ്റുപേട്ട അടക്കമുള്ള വലിയ രീതിയിൽ UDFന് ആധിപത്യമുള്ള കേന്ദ്രീകൃത മണ്ഡലത്തിൽ PC ജോർജ് കഴിഞ്ഞ കുറേ നാളുകളായി ജയിച്ചുകൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ മൊത്തത്തിൽ സമാഹരിച്ചുകൊണ്ടാണ്. എന്നാൽ വലിയ തോതിൽ പലരെയും പരസ്യമായി പുലഭ്യം പറഞ്ഞ് നടക്കുന്ന, സെപ്റ്റിക് ടാങ്ക് പോലും തോറ്റുപോകുന്ന രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന, വർഗീയത പ്രചരിപ്പിക്കുന്ന PC ജോർജിനെയും മകനെയും 8 നിലയിൽ തകർത്തു കൊടുക്കേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ ജനകീയ കടമയാണ് എന്ന തിരിച്ചറിവിൽ PJ ജോസഫ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ UDFിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അത് 2 കൈയും നീട്ടി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. ഇനി മുതൽ താൻ ജോസഫ് ഗ്രൂപ്പിൻ്റെ MLA ആണെന്ന് പറയാതെ പറയുകയാണ്. UDFിൻ്റെ പല വേദികളിലും സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ അത് ജോസ് കെ മാണിക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്ന സംഭവമാണ്. പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലോ പാർട്ടിയുടെ നിർണായകമായ ചർച്ചകളിലോ ഒന്നും കുളത്തുങ്കലിനെ ക്ഷണിക്കുക പോലും ചെയ്യാതെ, എന്തിനധികം പറയുന്നു, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും MLA ആയ കുളത്തുങ്കലിന് കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് വാസ്തവത്തിൽ ജോസ് കെ മാണി ചെയ്യുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാനോ അദ്ദേഹത്തിനെ കൂടെ നിർത്താനോ കഴിയാത്ത ജോസ് കെ മാണി വാസ്തവത്തിൽ വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് കൃത്യമായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ മറ്റു നേതാക്കൾ, അതായത് റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ ജോസിനോട് ഉപദേശം കൊടുത്തിരുന്നു. എന്നാൽ ജോസ് കെ മാണിക്ക് പിടിച്ച പിടിയാലെ തന്നെ ധിക്കരിക്കുന്നവരെ ആരെയും പാർട്ടിയിൽ വെച്ചേക്കണ്ട, തൻ്റെ പാർട്ടിക്ക് ഒരു കുഴപ്പവും പറ്റില്ല, അത് മാണി സാറിൻ്റെ പാർട്ടിയാണ് എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ജനങ്ങൾ മുഴുവൻ ആ വികാരത്തെ എന്നേ മറന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പാലായിൽ വലിയ തിരിച്ചടി കിട്ടിയത്. KM മാണിയുടെ തട്ടകമായ പാലായിൽ ആ സഹതാപ തരംഗത്തിനിടയിൽ മാണിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കേണ്ട അവസ്ഥയായിരുന്നു. നമുക്കറിയാം, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് അവസാന തവണ ലഭിച്ച 9,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം 4 ഇരട്ടിയിലധികമാക്കിക്കൊണ്ടാണ് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ നിന്ന് UDF ടിക്കറ്റിൽ ജയിച്ചു കയറിയത്. അതുപോലെ തന്നെ UDFന് നേരിടേണ്ടി വന്ന മറ്റൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു തൃക്കാക്കരയിൽ. അവിടെ ജോസഫിനെ 25,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PT തോമസിൻ്റെ പത്നി ഉമാ തോമസ് റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിച്ചത്. എന്നാൽ KM മാണിയുടെ മകനായ ജോസ് കെ മാണിക്ക് പാലായിൽ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം ജനങ്ങൾ അത്രമാത്രം അദ്ദേഹത്തിനെ വെറുത്തിരിക്കുകയാണ്. ഇപ്പോൾ PC ജോർജിനെ മാത്രമല്ല, കൃത്യമായും ഇടതുപക്ഷത്തിൽ ആര് മത്സരിച്ചാലും പൂഞ്ഞാറ്റിൽ അവരെ തുരത്താൻ കോൺഗ്രസിൻ്റെ കയ്യിലും അതുപോലെ ജോസഫിൻ്റെ കയ്യിലും ഒരു പിടിവള്ളിയായി കുളത്തുങ്കൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.